മലപ്പുറം കരുവാരക്കുണ്ട് വീണ്ടും കടുവയെ കണ്ടു. കേരള എസ്റ്റേറ്റിൽ സൈലന്റ് വാലിയോട് ചേർന്ന കുരിക്കൽക്കാട് എസ്റ്റേറ്റിലാണ് കടുവയെ കണ്ടത്. തിരച്ചിലിന് RRT സംഘത്തെ നിയോഗിച്ചു. അഷ്കർ അലി കരിമ്പ നൽകും വിശദാംശങ്ങൾ. അഷ്കർ, ആ പ്രദേശത്താണോ അഷ്കർ ഉള്ളത്? ഇതെവിടെയാണ് കടുവയെ കണ്ടിട്ടുള്ളത്? മലപ്പുറം കരുവാരക്കുണ്ടാണ് വീണ്ടും കടുവയെ കണ്ടത്. കേരള എസ്റ്റേറ്റിൽ സൈലന്റ് വാലിയോട് ചേർന്ന കുരിക്കൽക്കാട് എസ്റ്റേറ്റിലാണ് കടുവയെ കണ്ടത്. ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് വരികയാണ്. തിരച്ചിലിന് RRT സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. തിരച്ചിലിലേക്ക് RRT സംഘം കടക്കും. എന്തായാലും കടുവയെ കണ്ട സാഹചര്യത്തിൽ RRT അത്തരം നടപടികളിലേക്കൊക്കെ കടക്കാൻ പോവുകയാണ്. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ പ്രേക്ഷകർക്ക് കാണാം. അഷ്കർ അലി ചേരുന്നു. അഷ്കർ, തിരച്ചിൽ തുടങ്ങിയോ? മുമ്പാണ് ഇന്നലെ കേരളക്കുണ്ടിൽ കടുവയെ കണ്ട ആ പ്രദേശത്തു നിന്നും തൊട്ട് ചേർന്നുള്ള പ്രദേശമായ കേരള സ്റ്റേറ്റ് ചേർന്ന് കിടക്കുന്ന കുരുക്കൽക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് വീണ്ടും ആ കടുവയെ കണ്ടിരിക്കുന്നത്. ഇവിടെ ആളുകളിൽ താമസിക്കുന്ന ആദിവാസി കുടുംബങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ഇത്തരത്തിൽ വീണ്ടും കടുവയെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇവരുടെ ആളുകളുടെ പിറകു വശത്തായി ചുവന്നകുന്ന് ആർത്തല എന്ന് പറയുന്ന പ്രദേശം, ഈ ഭാഗത്തേക്ക് കടുവ നടന്നു പോകുന്നതായിട്ടാണ് ഈ പ്രദേശവാസി കണ്ടതുകൊണ്ട് തന്നെ വനം വകുപ്പിന് വിവരം അറിയിക്കുകയായിരുന്നു. ഇപ്പോൾ ഡോക്ടർ അരുൺ സെക്കയുടെ നേതൃത്വത്തിലുള്ള RRT സംഘം സ്ഥലത്തേക്ക് എത്തുകയും ഈ കടുവ നിൽക്കുന്ന അതിനെ ലൊക്കേറ്റ് ചെയ്ത മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മേഖല വിട്ടുപോയിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ പിടികൂടാൻ കഴിയും, ഇല്ലെങ്കിൽ അതിനെ മയക്കോടി വെച്ച് പിടികൂടാൻ ചെയ്യുമെന്നൊരു പ്രതീക്ഷയാണ് RRT സംഘത്തിനുള്ളത്. ഇന്നലെയും RRT സംഘത്തിന് മുമ്പിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരടക്കം മുന്നിൽ കടുവ എത്തിപ്പെട്ടെങ്കിലും പിടികൂടാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു, മയക്കോടി വെക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവിധ സജ്ജീകരണങ്ങളോടുകൂടിയാണ് വീണ്ടും വനം വകുപ്പ് ഇത്തരത്തിൽ തെരച്ചിൽ ആരംഭിക്കുന്നത്. എന്തായാലും ആളുകളോട്, ജനവാസ മേഖലയോട് ചേർന്ന് നടക്കുന്ന പ്രദേശങ്ങൾ കൂടിയാണ് ഈ കേരള എന്ന് പറയുന്നത്. വലിയ വെല്ലുവിളിയുമാണ്. വലിയ തോതിൽ കുറ്റിക്കാടുകൾ ഉയർന്നു നിൽക്കുന്നതും അതുപോലെ തന്നെ ചെറിയ ചെറിയ കുന്നും മലകളും താഴ്ചകളും അതുപോലെ തന്നെ ചെങ്കുത്തായ പ്രദേശങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ തെരച്ചിൽ പലപ്പോഴും വെല്ലുവിളിയാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും വീണ്ടും ഇത് കടുവയെ കണ്ടതോടുകൂടി തന്നെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീതിയിലാണ്. പ്രദേശത്തുള്ള പല ആളുകളും വീടിൽ നിന്ന് പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ദിവസങ്ങളായി പണിക്ക് പോകാൻ കഴിയാത്ത, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത, വിദ്യാഭ്യാസ നാട്ടുകാരെ സാഹചര്യം എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം നാട്ടുകാർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്ന് തന്നെ ഈ പ്രദേശത്ത് ഒരു കൂട് കൂടി സ്ഥാപിക്കുമെന്നാണ് ുന്നത്. എന്നാൽ കൂട് സ്ഥാപിക്കുന്ന താമസമുണ്ട് എന്നുള്ളൊരു ആരോപണം കരുവാരക്കുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും കടുവയെ കണ്ടെത്താനുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ടല്ലോ. സംഘത്തെ RRT സംഘം അടക്കം അവിടെ തിരച്ചിൽ തുടങ്ങിയിരിക്കുകയാണ്. അഷ്കർ അലിയാണ് വിശദാംശങ്ങൾ നൽകിയത്.